ദിവസങ്ങളുടെ ദൈർഘ്യം കൂടി വരികയാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ഒരു രീതിയിലും സ്വാധീനിക്കുന്ന വിധത്തിലല്ല ഈ വർധനമെങ്കിലും ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയാനും കഴിയില്ല. മനുഷ്യനിർമ്മിതമായ കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയുടെ അടിസ്ഥാനപരമായ ചലനങ്ങളെ പോലും ബാധിച്ചു തുടങ്ങി എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ശാസ്ത്രലോകം ഇപ്പോൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ 36 ദശലക്ഷം വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം വേഗത്തിലാണ് ഭൂമിയുടെ കറക്കം മന്ദഗതിയിലാകുന്നതെന്നും ഇതിന്റെ ഫലമായി ഓരോ ദിവസത്തിന്റെയും ദൈർഘ്യം കൂടുന്നുവെന്നുമാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുകട്ടകൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം അതിവേഗം ഉരുകുകയാണ്. ഗ്രീൻലാൻഡ്, അന്റാർട്ടിക്ക എന്നിവിടങ്ങളിൽ നിന്ന് ഉരുകുന്ന ടൺ കണക്കിന് ജലം സമുദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ ജലം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലേക്ക്, അതായത് ഇക്വറ്റോറിയൽ റീജിയൻസിലേക്ക് വ്യാപിക്കുന്നതോടെ ഭൂമിയുടെ മധ്യഭാഗത്തെ മാസ് വർദ്ധിക്കുന്നു. ഭൂമിയുടെ മധ്യഭാഗത്ത് ഭാരം കൂടുന്നതോടെ അതിന്റെ കറക്കം സാവധാനത്തിലാകുന്നു. ഇതാണ് പകലുകളുടെ ദൈർഘ്യം കൂടാൻ കാരണമായത്. മുൻകാലങ്ങളിൽ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം മൂലമാണ് ഭൂമിയുടെ വേഗതയിൽ നേരിയ വ്യതിയാനം വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ചന്ദ്രന്റെ സ്വാധീനത്തെ മറികടക്കുന്ന രീതിയിൽ വേഗത കുറയ്ക്കുന്നതായി പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു. നിലവിൽ ഓരോ നൂറ്റാണ്ടിലും മില്ലി സെക്കൻഡുകളുടെ വർധനമാണ് രേഖപ്പെടുത്തുന്നത്. ഇത് നിസ്സാരമെന്ന് തോന്നാമെങ്കിലും പ്രകൃതിയുടെ സ്വാഭാവിക താളത്തിന് വിരുദ്ധമായ വേഗതയിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത്. സമുദ്രനിരപ്പ് ഉയരുന്നതിനൊപ്പം സമുദ്രങ്ങളിലെ ജലത്തിന്റെ പുനർവിതരണമാണ് ഭൂമിയുടെ അച്ചുതണ്ട്, അതായത് ആക്സിസിനെ പോലും നേരിയ രീതിയിൽ ബാധിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സെക്കൻഡുകളുടെ ഈ മാറ്റം ഉടനടി പ്രതിഫലിക്കില്ലെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയെ ഇത് സാരമായി ബാധിക്കും. ഉപഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സംവിധാനങ്ങൾക്ക് കൃത്യമായ സമയം അനിവാര്യമാണ്. സമയത്തിൽ വരുന്ന ചെറിയ മാറ്റം പോലും സ്ഥാനനിർണയത്തിൽ വലിയ പിഴവുകൾക്ക് കാരണമാകും. സെക്കൻഡിന്റെ 100 സമയം പോലും നിർണായകമായ ഹൈസ്പീഡ് ട്രേഡിംഗ്, ഇന്റർനെറ്റ് ഡാറ്റ കൈമാറ്റം എന്നിവയെ ഇത് ബാധിക്കും. ഭൂമിയുടെ കറക്കത്തിന്റെ വേഗതയിൽ ഉണ്ടാകുന്ന മാറ്റം ബഹിരാകാശ വാഹനങ്ങളുടെ വിക്ഷേപണത്തെയും അവയുടെ പാത നിശ്ചയിക്കുന്നതിനെയും വെല്ലുവിളിയാക്കും. മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന ഇടപെടലുകൾ ആഗോളതാപനത്തിലും പ്രളയത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നാണ് ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. നാം ജീവിക്കുന്ന ഭൂമിയുടെ കറക്കത്തെ പോലും മാറ്റിമറിക്കാൻ തക്കവിധം കാലാവസ്ഥാ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. വരും തലമുറയ്ക്ക് ലഭിക്കുന്ന ഒരു ദിവസം എന്നത് നാം ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ദൈർഘ്യമേറിയതും പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് നിറഞ്ഞതുമാകാം എന്ന മുന്നറിയിപ്പാണ് ശാസ്ത്രജ്ഞർ നൽകുന്നത്. ഭൂമിയുടെ കറക്കം മന്ദഗതിയിലാകുന്നത് തടയാൻ പ്രകൃതിയുടെ മേൽ നമുക്ക് നേരിട്ട് നിയന്ത്രണമില്ലെങ്കിലും ഈ പ്രശ്നത്തിന്റെ മൂലകാരണമായ ആഗോളതാപനം, അതായത് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കുക വഴി നമുക്ക് ഈ മാറ്റത്തിന്റെ വേഗത കുറയ്ക്കാൻ സാധിക്കും. അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുകയാണ് ഏറ്റവും പ്രധാനം. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം സൗരോർജ്ജം, കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് മാറുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും. മറ്റൊരു വഴി മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നതാണ്. ഇതിലൂടെ അന്തരീക്ഷത്തിലെ ചൂട് കുറയ്ക്കാനും കാലാവസ്ഥയെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഫാക്ടറികളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമുള്ള പുക നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അനിവാര്യം. കാലാവസ്ഥാ വ്യതിയാനം ഒരു ആഗോള പ്രശ്നമായതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾ ഒന്നിച്ചു നിന്ന് അന്താരാഷ്ട്ര കരാറുകൾ നടപ്പിലാക്കണം. സമയക്രമത്തിൽ വരുന്ന മാറ്റം നമ്മുടെ ഉപഗ്രഹങ്ങളെയും GPS സംവിധാനങ്ങളെയും ബാധിക്കാതിരിക്കാൻ കൂടുതൽ കൃത്യതയുള്ള അറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിക്കുകയും സോഫ്റ്റ്വെയറുകൾ പരിഷ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ ഭൂമിയെ എത്രത്തോളം തണുപ്പിച്ചു നിർത്തുന്നുവോ അത്രത്തോളം സുരക്ഷിതമായിരിക്കും ഭൂമിയുടെ സ്വാഭാവികമായ ചലനവും നമ്മുടെ സമയക്രമവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.